ഇതിനെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ഇതിപ്പോ നമ്മൾ ആര് പറഞ്ഞാലും അത് പണ്ട് പറഞ്ഞതാ എന്ന് പറയേണ്ട ഒരു ആവശ്യകതല്ല. ഇത് യേശുക്രിസ്തു പറഞ്ഞതായിട്ടാണല്ലോ ഇതിന് ഇത് പറയുന്നത് എവിടെയാണ്? ഇതിന്റെ കഥാസന്ദർഭം എന്താണ് ഓർമ്മയുണ്ടോ? യാത്രയ്ക്ക് ഉപമയുണ്ട്, അയൽക്കാരന്റെ ഉപമ. അപ്പം ഈ ജീസസ് ക്രൈസ്റ്റ് ഒരു അവരുടെ സിനഗോഗിൽ പറഞ്ഞ സ്റ്റോറി അത്. ഈ സ്റ്റോറി പറഞ്ഞപ്പോ വന്നിട്ടുള്ള സമ്മറിയാണ് ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഒരു യഹൂദന് കൊള്ളക്കാര് ഇടിച്ച് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി ഇടിച്ച് ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുക. അയാൾ ആദ്യം തന്നെ അവിടുത്തെ ഒരു പ്രമാണി വരും, അയാൾ മൈൻഡ് ചെയ്യാതെ പോകും. ഒരു യഹൂദ പുരോഹിതൻ വരും, മൈൻഡ് ചെയ്യാതെ പോകും. പിന്നെ ഒരു സമറിയക്കാരൻ വരും, അതായത് യഹൂദനല്ലാത്ത ഒരാൾ വരും, അയാളെ രക്ഷപ്പെടുത്തും. എന്നിട്ട് ഇയാൾ ചോദിക്കാം ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പൊ എല്ലാവരും പറയും എന്നെ രക്ഷപ്പെടുത്തിയ ആള് മറ്റവനാണ് അയൽക്കാരൻ. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് സ്വന്തം അയൽക്കാരൻ ആരാണെന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് തൃശ്ശൂരത്തെ റിസൾട്ടൊക്കെ കാണുമ്പോൾ ഒരു സംശയം തോന്നുന്നു.